ഒരു ഏറ്റുമുട്ടൽ ഒഴിവാകുന്നു. ഇനി തുടർച്ചയായിട്ട് ഫയറിങ്ങുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ന് 5 മണി മുതൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രണ്ടു രാജ്യങ്ങളുടെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാരാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ അല്പസമയം മുമ്പ് മാർക്കോ റൂബിയോയുടെയും സ്റ്റേറ്റ്മെന്റുകൾ വന്നിരിക്കുന്നു, ട്വീറ്റ് ചെയ്തിരിക്കുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അമേരിക്ക മാർക്കോ റൂബിയോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഓവർ ദ പാസ്റ്റ് 48 hours VP Vance and I have engaged with the senior Indian officials including Prime Minister Narendra Modi and Shahbaz Sharif, External Affairs Minister Subramanyam Jaishankar. തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ അവകാശവാദം എന്ന് പറയുന്നത് നിലവിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട്, ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു സീസ്ഫെയർ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി എത്തുന്നുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഇഷാഖ് ദർ സ്റ്റേറ്റ്മെന്റ് വരുന്നു. ഇഷാഖ് ദർ പറയുന്നു, പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ഹാവ് എഗ്രീഡ് ടു എ സീസ്ഫെയർ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ ഹാസ് ആൾവേസ് സ്ട്രൈവ്ഡ് ഫോർ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ റീജിയൻ വിതൗട്ട് കോംപ്രമൈസിംഗ് ഓൺ ഇറ്റ്സ് സോവറിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാൻ ഇഷാഖ് ദർ വിദേശകാര്യമന്ത്രിയുടെ ട്വീറ്റ് വരുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള സീസ്ഫെയർ വയലേഷൻസും ഉണ്ടാവില്ല എന്നുള്ളതാണ്. 12-ാം തീയതി, അതായത് 48 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും രണ്ടു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽമാർ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് വീണ്ടും കാണും എന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. രാത്രി മുഴുവൻ നീണ്ട അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും അടിയന്തര സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചതായി അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. സാമാന്യ ബുദ്ധിയുടെയും മഹത്തായ അവധാനതയോടെയുമാണ് കാര്യങ്ങളെ സമീപിച്ച് ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി റോയിട്ടേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി, കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി സംഘർഷഭരിതമായിരുന്ന അതിർത്തിയിൽ ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയരുകയാണ്. 48 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ രീതിയിലുള്ളൊരു സംഘർഷമുണ്ടാവില്ല. അടുത്ത ചർച്ച നടക്കുന്നത് 12-ാം തീയതിയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്.